നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ലാർജ് ക്യാപ്പ് ഓഹരികൾ മോശം പ്രകടനം കാഴ്ചവെച്ചു. ശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് മിഡ് ക്യാപ്പ് സെക്ടർ ആയിരുന്നു. ഇനി നന്നായി പെർഫോം ചെയ്ത ചില സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ടെലികോം സെക്ടർ ആയിരുന്നു. AGR കുടിശ്ശിക സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വ്യക്തതയ്ക്ക് ശേഷം വോഡാഫോൺ ഐഡിയ ഏകദേശം 10% ഉയർന്നു. ഇൻഡസ് ടവേഴ്സ് ഏകദേശം 5% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പേയ്മെന്റ് ബാധ്യതകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം കുറച്ചു എന്ന കാരണം കൊണ്ടാണ് സ്റ്റോക്കുകൾ ഉയർന്നത്. നന്നായി പെർഫോം ചെയ്ത ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ശക്തമായ രണ്ടാം പാദ ഫലങ്ങൾക്ക് ശേഷം വെർണോവ, LG ബാലകൃഷ്ണൻ ആൻഡ് ബ്രദേഴ്സ്, തങ്കമയിൽ ജ്വല്ലേഴ്സ് തുടങ്ങിയവ 5 മുതൽ 20% വരെ ഉയർന്നു. ഇനി ഫിനാൻഷ്യൽ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാഭവളർച്ചയും വായ്പാ ബിസിനസ് ട്രാക്ഷനിലും ശക്തമായ പാത നേട്ടത്തെ തുടർന്ന് ആദിത്യ ബിർള ക്യാപിറ്റൽ 3% നേട്ടമുണ്ടാക്കി. ഇനി മോശം പ്രകടനം കാഴ്ചവെച്ച ചില സ്റ്റോക്കുകൾ നോക്കാം. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാം പാദത്തിലെ ഇൻലൈൻ വരുമാനം രേഖപ്പെടുത്തിയിട്ടും മാരുതി സുസുക്കി പ്രോഫിറ്റ് ബുക്കിങ്ങിനെ തുടർന്ന് ഇടിവ് രേഖപ്പെടുത്തി. മാർജിൻ സമ്മർദ്ദം കാരണം ടാറ്റ കെമിക്കൽസ് 2% ഇടിഞ്ഞു. ഇതൊക്കെയാണ് ഇന്ന് ഫോക്കസിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളായിട്ട് വരുന്നത്. ഇനി പാറ്റേണുകളിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ നമ്മൾ ഇനി വരുന്ന സെഗ്മെന്റിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ സ്റ്റോക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്ക് ഹുണ്ടായി മോട്ടോർ ഇന്ത്യ എന്ന കമ്പനിയാണ്. വീക്ക്ലി ബേസിസിൽ ഒരു ഫോളിംഗ് ട്രെൻഡ് ലൈനിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നെയാണ്. പക്ഷേ ഇനി ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. 2427 മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്ക് ഒന്ന് ഫോക്കസിൽ വെക്കേണ്ടതാണ്. മറ്റൊരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ കഴിയുന്നത് ഹട്ട്കോ എന്ന സ്റ്റോക്കാണ്. സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിലാണ് സ്റ്റോക്ക് ഇപ്പോഴുള്ളത്. കൂടാതെ അതിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു. സ്റ്റോക്ക് ഇപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 248ഉം സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 257ഉമാണ്. മറ്റൊരു സ്റ്റോക്ക് നോക്കാം. ഒരു റൗണ്ടിങ് ബോട്ടം പാറ്റേണിലുള്ള ഒരു സ്റ്റോക്കാണ്. ബ്രേക്ക് ഔട്ട് ലഭിച്ചിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സോണിലാണ് അല്ലെങ്കിൽ ഒരു ലെവലിലാണ് ഇപ്പോൾ വേദാന്ത ലിമിറ്റഡ് എന്ന ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. മുൻപ് 2 തവണ, അതായത് സെപ്റ്റംബർ അവസാനവും പിന്നീട് ഡിസംബർ ആദ്യത്തെ ആഴ്ചയും ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് വേദാന്ത ലിമിറ്റഡ് പിന്നീട് ഡൗൺ ആയത്. പിന്നീട് അതിനുശേഷം ഈ 2025 ഈ സമയത്ത് 2025 ഒക്ടോബർ മാസത്തിലാണ് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഈ ലെവലിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്. 522 ടച്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെറിയൊരു റിവേഴ്സൽ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നല്ല വോളിയം ഒക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് വരുമോ എന്ന് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. നാളെയും വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെ കുറിച്ചുള്ള പാറ്റേണുകളും അങ്ങനെ കൂടുതലായിട്ട് ഇൻഡെപ്തിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിൽ ഇവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.